ഇന്നൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ല നേരിയ റവയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇത് പൊടിച്ചെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങളടുത്ത് നല്ല തിക്കായിട്ടുള്ള റവയാണുള്ളതെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് ഞാനിവിടെ കുറച്ച് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ ഇളം ചൂടുള്ള ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്കിത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് കുറച്ച് കൂടുതൽ തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെക്കാം. അത്രയും നേരം കൊണ്ട് നമുക്ക് റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പലഹാരത്തിനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. മാവ് കൂടുതൽ ലൂസായിരിക്കാനും പാടില്ല, എന്നാൽ കൂടുതൽ കട്ടിയായിരിക്കാനും പാടില്ല. ഇനി നമുക്ക് മാവിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഇനോ നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവൊന്ന് പതഞ്ഞ് കിട്ടുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓരോ കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് വെന്ത് കിട്ടൂല. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ആകുന്നവരെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഇനി നമുക്കിത് ഓരോന്നും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിവിടെ എല്ലാ അപ്പങ്ങളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 4 മണി ചായക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.